ഏകദേശം 2 വർഷത്തോളം നീണ്ട കനത്ത മറവപ്പിനും രാഷ്ട്രീയ അകൽച്ചയ്ക്കും ശേഷം ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ നിർണായകമായ വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നു. സമീപ ദിവസങ്ങളിൽ ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദും തമ്മിലുള്ള ഉന്നതതല കൂടിക്കാഴ്ച ഈ നിർണായക ബന്ധം പുനഃസ്ഥാപിക്കാനും സഹകരണത്തിന്റെ പുതിയ മേഖലകൾ തുറക്കാനുമുള്ള ഇരു രാജ്യങ്ങളുടെയും പ്രായോഗിക സമീപനത്തെയാണ് അടിവരയിടുന്നത്. ഒരു ഖലിസ്ഥാൻവാദിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 2023 ഗുരുതരമായ ആരോപണങ്ങളും അതിനെ തുടർന്ന് നയതന്ത്രജ്ഞരെ പുറത്താക്കിയ സംഭവങ്ങളും ഉൾപ്പെടെ രാഷ്ട്രീയ പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ തകർന്നുപോയ ബന്ധമാണിത്. എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങൾ മറ്റ് സുപ്രധാന സഹകരണ മേഖലകളെ കവർന്നെടുക്കാൻ അനുവദിക്കരുത് എന്ന ഉറച്ച തീരുമാനത്തിലാണ് ഇരുപക്ഷവും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ കൂടിക്കാഴ്ചയും അതിനെ തുടർന്നുണ്ടായ സുപ്രധാന പ്രഖ്യാപനങ്ങളും അകന്നുപോയ രണ്ട് വലിയ ജനാധിപത്യ രാജ്യങ്ങൾക്കിടയിൽ ഒരു പുതിയ സൗഹൃദത്തിന്റെ പാലം പണിയാനുള്ള ശ്രമമായി കണക്കാക്കാം. ചർച്ചയുടെ പ്രധാന ശ്രദ്ധ രാഷ്ട്രീയ ഭിന്നതകളിൽ നിന്ന് സാമ്പത്തിക സാങ്കേതിക സഹകരണങ്ങളിലേക്ക് മാറിയെന്നത് ശ്രദ്ധേയമാണ്. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ സാധ്യതകൾ തിരിച്ചറിയുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണിത്. രാഷ്ട്രീയപരമായ ഭിന്നതകൾ സാമ്പത്തിക നേട്ടങ്ങൾക്കും പൊതുവായ വളർച്ചയ്ക്കും തടസ്സമാകരുത് എന്ന പ്രായോഗിക കാഴ്ചപ്പാടാണ് നിലവിൽ ഇരു രാജ്യങ്ങളെയും നയിക്കുന്നത്.